ജെട്ടിരാജ് എന്നാണ് പുള്ളിക്ക് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നതന്നെ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ മയക്കുമരുന്നുമായിട്ട് എത്തിയ ഒരു ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ജെട്ടി അവിടെ നിന്ന് വല്ല കടത്തി ഇത് ചെറുതാക്കി, സൈസ് ചെറുതാക്കി കോടതിയിൽ ട്രയൽ വന്നപ്പോൾ ഈ ജെട്ടി ഇയാൾക്ക് പാകമല്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ പൂച്ചക്കുട്ടി എന്ന് പേരക്കുട്ടിയുടെ പ്രായമുള്ള ആളെ വിളിച്ചത്. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. പുള്ളിയെ പിടിച്ചിട്ട് വനം വകുപ്പിൽ കൊണ്ടാക്കിയ സ്ഥിതിക്ക് വനം വകുപ്പ് മന്ത്രിയുടെ ആസ്ഥാനം വനത്തിലാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കൃഷ്ണൻകുട്ടി സ്വരം മോശമാവുന്നതിന് മുമ്പേ പാട്ട് നിർത്താൻ തീരുമാനിച്ചു. പുള്ളി പറഞ്ഞു ഇനി ഞാൻ മത്സരത്തിനില്ല, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇവിടെ വാങ്ങുകയാണ്. ചിറ്റൂർ പിന്നെ എന്തായാലും തൽക്കാലം ഏറ്റെടുക്കാൻ സമ്മതിക്കത്തില്ല കൃഷ്ണൻകുട്ടി. അത് കൃഷ്ണൻകുട്ടിയുടെ മോൻ എന്നെ കൊടുക്കാനാണ് സാധ്യത. രാമേ നമസ്കാരം. നമസ്കാരം. രാമേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മോഷണത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജെട്ടി മോഷണത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം അതും ഒരു പ്രത്യേകിച്ചൊരു MLA ജെട്ടി മോഷണത്തിൽ പ്രതിയായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ചരിത്ര സംഭവമാണ്. നാളുകളിൽ വരുന്ന നിയമ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒരു നല്ല ചരിത്രമായിട്ടിത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, ജെട്ടി മോഷണം എന്ന് കേൾക്കുമ്പം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തുടങ്ങിയത് അത്തരമൊരു ആരോപണത്തിൽ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് എനിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജൻ ജോസഫ് മലപ്പുറത്ത് അടിവസ്ത്രം മോഷ്ടിച്ചിട്ട് അവിടുന്ന് നാട്ടുകാർ തല്ലിയിട്ടാണ് എറണാകുളത്ത് വന്ന് താമസമാക്കിയെന്ന് പറഞ്ഞതെന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ഞാനത് ആലോചിച്ചത്. ഏതായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർ, കാരണം ഈ ഇടയ്ക്ക് നമ്മളെ എൽദോ കുന്നപ്പള്ളിയെ പോലുള്ള MLA-മാരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആന്റണി രാജുവിൻ്റെ അടുത്തിരിക്കുന്ന ജെട്ടിരാജു എന്നാണ് പുള്ളിക്ക് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് തന്നെ പൊതുവെ. ആന്റണി രാജുവിൻ്റെ അടുത്തിരിക്കുന്ന MLA-മാരും ഒക്കെ ഇവന്മാരെല്ലാം ഉണ്ടാണല്ലോ കൊടുത്തേക്കുന്നത്. കേരള നിയമസഭയിൽ ആരും പാനിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും. പിന്നെ ഈ MLA-മാർ അടുത്തിരുന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ പിന്നെ ജെട്ടി ഉണ്ടോ എന്ന് തപ്പി നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. സത്യത്തിൽ സംഭവിച്ചത് ജെട്ടി മോഷണമല്ല, തൊണ്ടി മുതലായ ജെട്ടിയിൽ കൃത്രിമം നടത്തി എന്നുള്ളതാണ്. അന്ന് ഇദ്ദേഹം പിന്നെ ജൂനിയർ വക്കീലായിട്ട് ഒരു അഭിഭാഷകൻ്റെ കീഴിൽ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. 1990-ലാണ് സംഭവം. ഏപ്രിൽ 4-ാം തീയതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ മയക്കുമരുന്നുമായിട്ട് എത്തിയ ഒരു ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ള ഒരു ലേഡി അഡ്വക്കേറ്റ് ആയിരുന്നു പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അപ്പോൾ ഹാജരായ സമയത്തെന്ന് പറഞ്ഞാൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് അടിവസ്ത്രമാണ് തൊണ്ടി മുതൽ. അടിവസ്ത്രം അറിയാമല്ലോ, വിദേശികളുടെ സൈസ് ഭയങ്കര വലുപ്പമായിരിക്കും അവർക്ക്. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് XL മതി, അവർക്ക് XXL എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം അവർക്ക് XXL വേണം. പിന്നെ അതിന് മേളിലോട്ട് വല്ല എല്ലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കാനുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ 95-100 ഒക്കെ ആണ് ആളുകളെ വേസ്റ്റ് പിന്നെ വെച്ചിട്ടാണ് ഈ അടിവസ്ത്രം മേടിക്കുന്നത്. അടിവസ്ത്രത്തിൻ്റെ സൈസും അവർക്ക് മിനിമം ഒരു 120 എന്നൊക്കെയാണ് തുടങ്ങുന്നത് അവരുടെ, കാരണം അരക്കെട്ടിൻ്റെ ഇടുപ്പിൻ്റെ ഇത് വെച്ചിട്ട്. ഈ സംഭവം ഇയാൾ ജൂനിയർ വക്കീലന്മാരൊരു പണിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇയാൾ അന്ന് ജൂനിയർ വക്കീൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കേസിൽ ആബ്സെൻറ്റ് പറയാൻ കയറുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നിനുമില്ല. പിന്നെ ഹിയറിങ്ങിനൊന്നും പങ്കെടുപ്പിക്കത്തില്ല, ട്രയലിലൊന്നും കയറ്റത്തില്ല, ഒന്നുമില്ല. കുറേ കൊല്ലം പട്ടിപ്പണി എടുപ്പിച്ചതിന് ശേഷമാണല്ലോ പിന്നെ ഇവരൊക്കെ അതിന് പ്രാപ്തരാക്കുക. ആദ്യം പണി പഠിപ്പിച്ചാൽ പിന്നെ ഇവൻ സ്വന്തമായിട്ട് ഓഫീസിൽ നിന്നുള്ളത് അറിയാം. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സീനിയർ വക്കീലിൻ്റെ പിന്നെ ഗൗൺ അയൺ ചെയ്യുക, അന്നൊന്നും ഇത്രയും ഈ തേപ്പ് കടയൊന്നുമില്ല. ശ്രീനിവാസന്റെ ഒരു സിനിമയ്ക്ക് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം പട്ടിക്ക് ചോറ് കൊടുക്കുക, അതെ, പട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക, ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇതൊക്കെയാണ് ജൂനിയർ അഭിഭാഷകരായിട്ടുള്ള ചില ആൾക്കാരുടെ, പ്രത്യേകിച്ചും ഏബിൾ അല്ലാത്തവരെ. ഇപ്പോൾ മൂഡ് കോർട്ടിനകത്തൊക്കെ നന്നായിട്ട് തെളിയിച്ച് ലോ കോളേജിൽ നിന്നൊക്കെ നന്നായി പഠിച്ച് വന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തുടക്കത്തിൽ തന്നെ ഫയൽ കൊടുക്കും. സീരിയസ് പഠിച്ചിറങ്ങി തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്ന അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പം ജെട്ടി രാജുവിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് പോയിട്ട് നനയ്ക്ക് എൻ്റെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെയാണ് പുള്ളി ഈ നോക്കുമ്പോൾ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ 2ാം പ്രതിയാണ്, 1ാം പ്രതി വേറൊരാളാണ്. അപ്പം ഇതിനകത്ത് IPC 409 പിന്നെ 334 തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ഇത് വിശ്വാസവഞ്ചനയ്ക്ക് കുറ്റക്കാരനായി കഴിഞ്ഞാൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഇതാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് പിന്നെ മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയേക്കുന്നത്. ഇവർ ജെട്ടി അവിടെ നിന്ന് വല്ല കടത്തി ഇത് ചെറുതാക്കി, സൈസ് ചെറുതാക്കി കോടതിയിൽ ട്രയൽ വന്നപ്പോൾ ഈ ജെട്ടി ഇയാൾക്ക് പാകമല്ല. പിന്നെ എങ്ങനെ ഇയാളെ ശിക്ഷിക്കുന്നത്? കാരണം അയാളെ ജെട്ടിയല്ലല്ലോ, പിന്നെ അയാൾ പാകമല്ല. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് കൃത്രിമം നടത്തി. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈദഗ്ധ്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വിധി പ്രഖ്യാപനം മാറ്റി വെച്ചിരിക്കുക. കുറ്റക്കാരനാണെന്ന് എന്തായാലും കണ്ടെത്തി കഴിഞ്ഞു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, അതായത് ജെട്ടി അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിലെ വൈദഗ്ധ്യം നോക്കിയിട്ടാണ് ഒരാൾ കുറച്ചു കാലം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ പുള്ളിയെപ്പോലെ ഒരാളുടെ കൂടെ ക്യാബിനറ്റിലിരുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പം പിണറായി വിജയനെന്ന് കേട്ടപ്പോൾ ആകെ തലവരുത്തുകയാണ്. സത്യത്തിൽ ഒരു തിരുവനന്തപുരം മൃഗശാലയിൽ പോകുന്നതിനേക്കാളും നല്ലത് പിന്നെ സെക്രട്ടേറിയറ്റിൽ പോകുന്ന, മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റ് യോഗം നടക്കുന്നിടത്ത് പോകുന്ന. കാരണം എല്ലാ വിചിത്ര മൃഗങ്ങളെയും കാണാൻ പറ്റുന്നൊരവസ്ഥയുള്ളത്. ഇയാൾ നല്ലൊരു കട്ടിങ് മാഷാണ് എന്നുള്ളത് തെളിഞ്ഞു. ഈ കിറ്റക്സ് സാബുവൊക്കെ ഇയാൾക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയുമോ,
ജോലി കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈ IIM-ലും IIT-ലും ഒക്കെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് മിടുക്കരായിട്ടുള്ള ആളുകളെ ഗൂഗിൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നൽകാറുണ്ട്. അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അവിടെ വന്നിട്ട് അവർ ക്യാമ്പസിൽ വരും. ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് ചെറിയൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും ടെസ്റ്റോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ നടത്തിയിട്ട് റാഞ്ചി എടുത്ത് കൊണ്ടുപോകും. മാസം ലക്ഷങ്ങളാണ് ശമ്പളം കൊടുക്കുക. ഇയർലി പാക്കേജാണ് അവർ പറയുക. 1 CR, 1.5 CR, 2 CR വരെ കിട്ടുന്നവരുണ്ട്. 2.5 CR എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം 20 ലക്ഷം രൂപയായി. അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. ആ രീതിയിൽ കിറ്റക്സാബും തലയ്ക്ക് വിലയിടുക എന്ന് പറയത്തില്ല, ഇനാം പ്രഖ്യാപിക്കുക. നീ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഇയാളെ, കാരണം കിറ്റക്സാബിൻ്റെ മെഷീനറി വെച്ചിട്ട് പോലും ജോക്കി മെഷീനാണ് അവർ ഉപയോഗിക്കുക. ജപ്പാൻ്റെ ജോക്കി മെഷീനാണ് അവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലൊക്കെ ഉപയോഗിക്കുക. അതൊരു പാറ്റടിപ്പും. അതിനേക്കാളും വിദഗ്ധമായിട്ട് കോടതിയെ വരെ കബളിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കാൻ പറ്റത്തില്ലേ? കാരണം കിറ്റക്സാബിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യൂറോപ്യൻ മാർക്കറ്റ്, അമേരിക്കൻ മാർക്കറ്റ് ഇപ്പം കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഈ തീരുവ വർദ്ധിപ്പിച്ചപ്പം പുള്ളി ഇവിടെ തന്നെ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടിരിക്കുക. മാസം 10 ലക്ഷം രൂപ ശമ്പളം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് എന്തോ അനുരാജനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കട്ടിങ് മാഷായിട്ട് നിർത്താം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആൾട്ടർ ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ കാലഘട്ടം ആയതുകൊണ്ട് പഴയ പോലെ ടൈലർ അളവെടുത്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടർ ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങുക. ആൾട്ടർ ചെയ്യുന്ന ഏത് വസ്ത്രവും വലുതാക്കാൻ പറ്റത്തില്ല, ചെറുതാക്കി കൊടുക്കുന്ന പരിപാടി ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ആൾട്ടർ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ശൃംഖല, കോർപ്പറേറ്റ് ശൃംഖലയായിട്ട് മാറും. എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റ് തുടങ്ങാം. അപ്പം ജെട്ടിരാജുവിൻ്റെ ഭാവി അത്ര വലിയ മോശമൊന്നുമല്ല. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ തുടങ്ങാം എന്നുള്ളതാണ്. വേറെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്തതുമായിട്ട് പറയാനുണ്ട്. മന്ത്രിസഭയിൽ അടുത്തൊരാൾ പറഞ്ഞ പ്രഖ്യാപനം നടത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ പൂച്ചക്കുട്ടൻ മന്ത്രി, പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ ഇനിയും മത്സരിക്കാൻ തയ്യാറാണെന്ന്. ഭയങ്കര ത്യാഗമനസ്ഥിതി കേട്ടോ. അതായത് ഞാൻ അങ്ങനെ എനിക്ക് വയ്യ, എനിക്ക് പ്രായമായെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കത്തില്ല. എൻ്റെ കർമ്മശേഷി ഞാൻ പാർട്ടി പറഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്. ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ പറയുന്നൊരു കാര്യമുണ്ട്. ആർക്ക്? ഈ AK ശശീന്ദ്രനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അവയവം ഒഴിച്ച് ബാക്കിയെല്ലാം പ്രവർത്തനരഹിതമായിട്ട് മാറിയെന്ന് പറയുന്നത്. അവർ ദുരർത്ഥത്തിൽ പറയുന്നതാണെങ്കിലും ആ അവയവം പ്രവർത്തനക്ഷമമാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ സമീപകാലത്തൊന്നും നമുക്ക് തെളിയിക്കപ്പെടാനുള്ള കാരണം തീവ്രതയൊന്നും നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു കാമുക ഹൃദയമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണല്ലോ എൻ്റെ പൂച്ചക്കുട്ടി എന്ന് പേരക്കുട്ടിയുടെ പ്രായമുള്ള ആളെ വിളിച്ചത്. ഈ നിത്യഹരിത കാമുകനാണ്. അതെനിക്ക് ആ രീതിയിൽ എനിക്ക് പുള്ളിയെ ഇഷ്ടവുമാണ്. പ്രണയം നമ്മളും ഭയങ്കര ഇഷ്ടമാണോ? പ്രണയിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, മനുഷ്യന് മരണം വരെ പ്രണയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് പോസിറ്റീവായിട്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. പുള്ളിയെ പിടിച്ചിട്ട് വനം വകുപ്പിൽ കൊണ്ടാക്കിയ സ്ഥിതിക്ക് വനം വകുപ്പ് മന്ത്രിയുടെ ആസ്ഥാനം വനത്തിലാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. KSRTC-യുടെ മന്ത്രി ഇടയ്ക്ക് അഭ്യാസമൊക്കെ കാണിക്കുമായിരുന്നല്ലേ. MD കാണിച്ചിട്ടുണ്ട്. വിജയത്തച്ചങ്കരി MD ആയിരുന്നപ്പോൾ KSRTC ബസ് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇവരെ വനത്തിൽ കൊണ്ടുപോയിട്ട് ഓഫീസ് വനത്തിനകത്ത് തന്നെ ക്യാമ്പ് ഓഫീസാക്കുക. അപ്പോൾ പിന്നെ മൃഗങ്ങളൊക്കെ ആയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നന്നാവും. കാരണം എന്ന് വെച്ചാൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേണമെങ്കിൽ പറയും, അതിനെന്താ തൃശ്ശൂരിൽ ഞാൻ നാളെ പോയപ്പോൾ 1000-കണക്കിന് പുലികൾ ഇറങ്ങിയല്ലോ. ഇത് പുലികളി. അപ്പോൾ എവിടെയെങ്കിലും പുലി ഇറങ്ങിയ പ്രശ്നമൊന്നുമില്ല. തൃശ്ശൂർ 1000-കണക്കിന് പുലികൾ ഇറങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ പുലി ഇറങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും പുലി ഇറങ്ങിയാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതല്ലെങ്കിൽ പന്നി ഇറങ്ങിയ ശല്യമാണ് എന്ന് ഏതെങ്കിലും കർഷകർ നിവേദനം കൊടുത്താൽ, എൻ്റെ പാർട്ടിക്കകത്ത് ഇഷ്ടം പോലെ പന്നികളുണ്ടല്ലോ, ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ, ഞാൻ പന്നികളെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടൊരു പ്രശ്നമില്ലല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് പന്നി ഇറങ്ങിയാൽ പ്രശ്നമെന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. ഇനി മൂന്നാമത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടി സ്വരം മോശമാവുന്നതിന് മുമ്പേ പാട്ട് നിർത്താൻ തീരുമാനിച്ചു. പുള്ളി പറഞ്ഞു, ഇനി ഞാൻ മത്സരത്തിനില്ല, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇവിടെ വാങ്ങുകയാണ്, പ്രവർത്തകനായിട്ടുണ്ടാവും, മത്സരത്തിനില്ല എന്നുള്ളത്. അതൊരു മാന്യമായ നിലപാടാണ്. പക്ഷേ മാന്യമായ നിലപാടാകുമ്പോൾ തന്നെ അവിടെ ഒരു മക്കൾ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ചിറ്റൂരിൽ എന്നുള്ള. കാരണം പുള്ളി മാറിക്കഴിഞ്ഞാൽ പുള്ളിയുടെ മോൻ, അപ്പുറത്തെ അച്ചുവേട്ടൻ മാറിയപ്പം കൃഷ്ണൻകുട്ടി ചേട്ടൻ മാറുമ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മോൻ, അച്ചുവേട്ടൻ മാറിയപ്പോൾ അച്ചുവേട്ടൻ്റെ മകൻ സുമേഷ് തന്നു. ഇത്തവണ സുമേഷ് തന്നെയായിരിക്കും വീണ്ടും നിൽക്കുക. ഇവിടെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനുമായിട്ടില്ലേ ഇപ്പോൾ ചിറ്റൂരിലെ? വർഷ നിയമസഭയിലേക്കും സുമേഷ് തന്നെയായിരിക്കും വരിക. സുമേഷ് നിയമസഭയിൽ ജയിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരാളെ ചെയർമാൻ സ്ഥാനത്ത് കണ്ടെത്തിയാൽ മതിയല്ലോ. കാരണം ചിറ്റൂരെന്ന് പറഞ്ഞാൽ ഈ അച്ചുവേട്ടനും കൃഷ്ണൻകുട്ടി ചേട്ടനും തമ്മിലുള്ളൊരു മത്സരമാണ്, കിടമത്സരമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ CPM ഒരു സ്പേസ് കണ്ടെത്തി. ഇപ്പോഴത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു വലിയ ശക്തിയായിട്ട് മാറി. മറ്റേത് ഇവർ തമ്മിലുള്ളതായിരുന്നു. അവിടെ വലിയ വികസനമൊന്നും ഇല്ലാത്തൊരു ഉൾപ്രദേശം. CP പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. അവർ വല്ലാത്തൊരു സ്ഥലമാണ്. ഇപ്പോഴും തമിഴിൽ കിട്ടുന്ന സ്ഥലം. ചിറ്റൂരിൽ നിന്നാണ് ഈ കള്ളു മുഴുവൻ വരുന്നത്. പക്ഷേ ചിറ്റൂരിൽ നിന്നുള്ള കള്ളുകൊണ്ട് കേരളം മുഴുവൻ കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു തെങ്ങയിൽ എത്ര കള്ളു കിട്ടുമെന്നുള്ള അത് ഡയസ്ഫാം വിട്ട് കലക്കി കൊണ്ടുപോയിട്ടാണ് ഈ കേരളം മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചില നല്ല കള്ള് ഷോപ്പുകളിലൊക്കെ അങ്ങനെ തന്നെ അവർ എടുക്കുന്നുണ്ട് പ്രാദേശികമായിട്ട്. കാരണം ഒരു കർഷകന് 1000 തെങ്ങുണ്ടെങ്കിലും 10 തെങ്ങേ ചെത്താൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ട്. ഒരു വർഷത്തേക്ക് 10 തെങ്ങ. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായിരുന്നാലും
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇനി മന്ത്രിയാവാനും പറ്റത്തില്ല. പക്ഷേ തിരുവനന്തപുരം മണ്ഡലം ഇത്തവണ പുള്ളിക്ക് എന്തായാലും ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പുള്ളിക്ക് ഇലക്ഷനെ അഭിമുഖീകരിക്കാനുള്ള ആരോഗ്യമില്ല. ശിക്ഷ ലളിതമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പിന്നെ പപ്പ യാദവിൻ്റെ ബീഹാറൊന്നുമല്ല ജയിലിൽ കിടന്ന് മത്സരിക്കാൻ. അതുകൊണ്ട് CPM ആ സീറ്റ് നൈസായിട്ടും എടുക്കും. ആന്റണി രാജു എന്ന ആളുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല അവസാനിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് എന്തോ ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ് അങ്ങനെ ഒരു കേരള കോൺഗ്രസ് ഇല്ലാതായി. കാരണം ഒരു കേരള കോൺഗ്രസ് ഇല്ലാതായ ഒരു ശല്യം ഇല്ലാതായി കേരളത്തിൽ. ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഇല്ല. അത് എന്തായിരുന്നാലും ആന്റണി രാജുവിൻ്റെ ഒരു പാർട്ടി കൂടി, അതായത് കേരള രാഷ്ട്രീയത്തിൽ അനാവശ്യമായ ഒരു പാർട്ടി കൂടെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലം. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിട്ട് മാറും. അവിടെ പിന്നെ LDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഘടകകക്ഷിക്ക് ആ സീറ്റ് ഇല്ലാതെയാവും. എലത്തൂരും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ശശീന്ദ്രൻ്റെ മാറ്റണം, എന്നിട്ട് വേറെ ആൾക്കാരെല്ലാം ശശീന്ദ്രൻ മന്ത്രിയായിട്ട് തുടരാൻ ഞങ്ങൾ അനുവാദം കൊടുത്തത് ശശീന്ദ്രൻ ഇത് കഴിഞ്ഞാൽ മാറിത്തരാമെന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞത്. ഇങ്ങനെ എല്ലാവരും എല്ലാ കാലത്തും അവിടെ ഇപ്പോൾ സുരേഷ് ബാബുവിനെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് VC ചാക്കോ. അതിനുശേഷം എലത്തൂർ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അല്ല, അത് മാത്രമല്ല, പിന്നെ വേറെ ഒരാളും കൂടെ കഴിഞ്ഞ ദിവസം എന്തോ ഇക്ബാൽ എന്തോ വേറെ ഏതോ ഒരാളും കൂടെ മമ്മു അങ്ങനെ ഏതോ നമ്മൾ ഇവരെയൊന്നും പേരറിയത്തില്ല. സുരേഷ് ബാബു പിന്നെ പണ്ട് നമ്മളെ KP ഉണ്ണികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. KPCC സെക്രട്ടറി. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് KP ഉണ്ണികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നിടത്ത് മാറിയിട്ട് പിന്നെ കോൺഗ്രസിൽ വന്നു. കോൺഗ്രസിൽ വന്നിട്ട് പിന്നെ കോൺഗ്രസിനകത്ത് വളരെ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രായമൊക്കെ ഉള്ള നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കുന്ന പേരാണ്. പക്ഷെ എന്തായിരുന്നാലും ആ സീറ്റ്, കാരണം എലത്തൂർ എന്ന് പറയുന്ന ഈ പാർട്ടി ഇവരുടെ പാർട്ടിയൊന്നും അറിയില്ല. CPM-ന്റെ കോട്ടയാണ്. CPM-ന് ബ്രാഞ്ച് ഇല്ലാത്തൊരു സ്ഥലമില്ല, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ CPM സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. ചിറ്റൂർ പിന്നെ എന്തായാലും തൽക്കാലം ഏറ്റെടുക്കാൻ സമ്മതിക്കത്തില്ല കൃഷ്ണൻകുട്ടി. അത് കൃഷ്ണൻകുട്ടിയുടെ മോൻ തന്നെ കൊടുക്കാനാണ് സാധ്യത. അപ്പം എന്തായിരുന്നാലും കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു പാർട്ടി ഇല്ലാതാവുന്നു എന്ന സന്തോഷവും പിന്നെ പൂച്ചക്കുട്ടൻ്റെ ഈ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയും. കാരണം പൂച്ചക്കുട്ടൻ്റെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരാളെന്നുണ്ടെങ്കിൽ. വാത്സ്യായൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ആസ്പദമാക്കിയിട്ട് കൂടെ പുസ്തകത്തിൽ 1-2 താളും കൂടെ ഒക്കെ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ഒക്കെ കേരളത്തിലെ മഹാനഷ്ടങ്ങളിലൊന്നാണ്. പക്ഷേ ആന്റണി രാജുവും നമുക്കൊരു മഹാനഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരാൾ നിയമസഭയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ MLA-മാർക്കോ അവിടുത്തെ പിന്നെ വേറെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധാരണ ഷർട്ടും പാൻറ്റും പിന്നെ ചുരിദാറും ഒക്കെ നമുക്ക് ചെറുതാക്കാൻ പറ്റും നമ്മൾ കടയിൽ കൊടുത്താൽ. ഈ അടിവസ്ത്രം സാധാരണ ആരും ചെറുതാക്കി തരാൻ നിൽക്കാറില്ല. അപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ആളില്ലാതായിപ്പോയി. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വൈഭവം സാബു ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം.